അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഫുള്ളി പാക്ഡ് ആണ്. എനിക്ക് വയ്യാതെ വയറുവേദനയാണ്ട് ഞാൻ ലീവായിരുന്നു. എനിക്ക് ലീവാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കെന്നെ ചിരി വരണം. ഇന്റർവ്യൂവിനുള്ള ആൾക്കാർ ഓൾറെഡി അവിടെ എത്തി. ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. പെട്ടെന്ന് ഷട പടയെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇനി ഇറങ്ങി ഓടണം. അതെല്ലാം വെച്ച് കുറച്ച് ശബ്ദം കൂടി പോയില്ലേ. എല്ലാം കൂടെ ഇന്ന് ഒരൊറ്റ ദിവസം പ്ലാൻ ചെയ്ത ആളാണിതേ ഈ സിസ്റ്റം നോക്കിയിരിക്കുന്നത്. എല്ലാം കൂടെ 2 കല്യാണം കൂടെ ഇന്ന് പിടിക്കായിരുന്നു കേട്ടോ. മനുഷ്യന് മൂടുകുത്തി ഇരിക്കാൻ ഇറങ്ങിയിട്ടില്ല. അതായത് അങ്ങനെ വെച്ചിട്ട് ഹലോ ഇറങ്ങിക്കേ. എന്റെ സാരി വിട്. അങ്ങനെ ഇന്നത്തെ ഒരു ഹെപ്റ്റിക് ഡേ ആയിരുന്നു എന്റെ ദൈവമേ. ഇപ്പൊ സമയം 8:45 വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഡേ ഇൻ മൈ ഓഫീസാണ് കേട്ടോ. ഓഫീസ് തുടങ്ങിയതിന് ശേഷം ഞാനിപ്പോൾ രാവിലെ എന്നും എഴുന്നേറ്റ് ഓഫീസിൽ പോകാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകാനായിട്ട്. അങ്ങനെ ഞാൻ പോകുന്നതാണ്. ഞാൻ രാവിലെ ഈ ചാനൽ എഴുന്നേക്കുന്നതിന് മുമ്പ് എഴുന്നേക്കും, ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാ ലഞ്ച് ബോക്സിലൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഓഫീസിൽ പോകും. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്യാൻ തരുന്നത്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഓഫീസിൽ രാവിലെ ഒരു 8:30 ആയിക്കാണ് ഇപ്പോൾ സമയം. ഞാൻ ഓഫീസിൽ കൊണ്ടുള്ള സാധനങ്ങളൊക്കെ ചോറും കറിയൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോറ് ഓൾറെഡി വെച്ച്, ചോറ് ഇത്രേ വെച്ചിട്ടുള്ളൂ. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഈ ചായ കഴിക്കാനുണ്ടാവില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇത് എനിക്ക് ചോറ് വെച്ചു. പിന്നെ കുറച്ച് പയറ് തോരൻ ഉണ്ടാക്കി, മുട്ട മസാല ഉണ്ടാക്കി, പിന്നെ ഇന്നലത്തെ ചിക്കൻ ഫ്രൈ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. അതും കൂടെ ചൂടാക്കി ലഞ്ച് ബോക്സ് ഒന്ന് പാക്ക് ചെയ്യണം, പിന്നെ ഒന്ന് കുളിക്കണം. അങ്ങനെ ആദ്യത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ചെയ്യുമ്പോൾ എത്രത്തോളം ശരിയാവും, ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യാൻ മറന്നു പോകുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഫുള്ളി പാക്ഡ് ആണ്. ഇന്ന് എനിക്ക് പ്രൊമോഷൻ ഷൂട്ട് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ഓഫീസിൽ നമ്മുടെ 2-3 വീഡിയോഗ്രാഫേഴ്സിന് ഇന്റർവ്യൂ ഉണ്ട്. 3 പേരുടെ ഇന്റർവ്യൂ ഉണ്ട്. 3 പേരുടെ ഇന്റർവ്യൂ നോക്കണം. അതിനിടയ്ക്ക് ഇന്നലെയും ഞാൻ എനിക്ക് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. എനിക്ക് വയ്യാതെ വയറുവേദനയാണ്ട് ഞാൻ ലീവായിരുന്നു. വയ്യാതെ വയറുവേദനയുണ്ട്. എനിക്ക് ലീവാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കെന്നെ ചിരി വരണം. എനിക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ എനിക്ക് ചെയ്തു തീർക്കാനുള്ള കുറേ ജോലികൾ പെൻഡിങ് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പോയിരുന്ന ആ ജോലികളൊക്കെ എനിക്ക് ചെയ്തു തീർക്കണം. അതിൻ്റെ ഇടയ്ക്ക് 3 ഇന്റർവ്യൂ, ഒരു പ്രൊമോഷൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യും, ബാക്കി 3 പ്രൊമോഷൻ ഇനി തിരിച്ച് ഇതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ വീട്ടിൽ വന്ന് ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഫുള്ളി പാക്ഡ് ആണ്. അപ്പോൾ ഇതിനിടയ്ക്ക് എത്രത്തോളം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഫുള്ള് ചെയ്തിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ആക്കാനാണ് എൻ്റെ തീരുമാനം. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇതുവരെ സമയം കിട്ടിയില്ല. ആക്ച്വലി ഞാൻ മുട്ട പുഴുങ്ങിയത് രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പിന്നെ വിചാരിച്ചു വേണ്ട, അല്ലെങ്കിൽ മുട്ട മസാല ചെയ്യാം. അതെ, ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് ഒന്ന് ബട്ടറിൽ ഉപ്പും മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കുക. അപ്പൊ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കരുതി കുളിച്ചിട്ട് വന്നിട്ട് കുറച്ച് പയർ തോരനെടുത്ത് കഴിക്കാം, എന്നിട്ട് ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ഞാൻ ജോലി ചെയ്ത് മൊത്തത്തിൽ മുഷിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇനി ഓടിപ്പോയി കുളിച്ച് സെറ്റായിട്ട് വരാം. ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡിയായി. അത്യാവശ്യം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലഞ്ച് ബോക്സ് ഒന്ന് പാക്ക് ചെയ്യാം. ബാ. സ്പൂണൊന്നും ചോറ് ജസ്റ്റ് ഒരു ഇച്ചിരിയെ ഞാൻ എടുക്കുന്നുള്ള ഒരു 3 സ്പൂൺ ചോറ്. പയറ് ഞാൻ ഒത്തിരി എടുക്കും. നമ്മൾ ചോറ് കറി പോലെയും കഴിക്കും, കറി ചോറ് പോലെയും കഴിക്കും. ചോറും പയറും സെറ്റായി. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് നമുക്ക് എഗ് മസാല വെച്ച് കൊടുക്കാവേ. ഇത് ഞങ്ങൾക്ക് 2 കൂടെ ഉണ്ടാക്കിയതാണ്. എനിക്കൊരു മുട്ട എടുത്തു, ഒരു എഗ് വൈറ്റ്, പിന്നെ ഒരു ഫുൾ എഗ്ഗിൻ്റെ ഇത് കഴിക്കും കേട്ടോ. ഞാൻ ഫുൾ എഗ്ഗും വൈറ്റും കൂടെ കഴിക്കും. പിന്നെ ഒരു എഗ് വൈറ്റും കൂടെ എടുക്കാം. ബാക്കിയുള്ളത് ഇജാന വെച്ചേക്കാം. ചിക്കൻ ഫ്രൈ ഞാൻ ചൂടാക്കാൻ മറന്നുപോയായിരുന്നു. അത് ചൂടാക്കാൻ വെച്ചാൽ എനിക്ക് വിശന്നിട്ട് തല കറങ്ങുന്നത്. അപ്പോൾ ബാക്കി വന്ന കുറച്ച് പയർ തോരൻ ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്റർവ്യൂവിനുള്ള ആൾക്കാർ ഓൾറെഡി അവിടെ എത്തി. ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. പെട്ടെന്ന് ഷട പടയെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇനി ഇറങ്ങി ഓടണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വരണം. 2 പ്രൊമോഷൻ ഷൂട്ട് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ഓഫീസിൽ പോകണം. വീണ്ടും 2 പേരുടെ ഇന്റർവ്യൂവിന് വരും. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ഷടപട ഓട്ടോ ആയിരിക്കും. നോക്കാം. അങ്ങനെ ഇതേ ചിക്കൻ ഫ്രൈ. ഇപ്പോൾ എന്ത് സാധനം വീട്ടിൽ മേടിച്ചാലും അതിൻ്റെ ഒരു ഇച്ചിരി എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റും. നാളെ ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോകല്ലോ നോക്കും. അങ്ങനെ എല്ലാം സെറ്റായി. ഇനി നമുക്ക് ലഞ്ച് ബോക്സ് അടയ്ക്കാം. എന്തോ ചെയ്തപ്പോൾ പൊട്ടിപ്പോയി. ഓക്കെ, റെഡി. ഞാൻ ഇറങ്ങി. കാർ ഇവിടെ കിടപ്പുണ്ട്. സമയമില്ല, പെട്ടെന്ന് പോകണം. ഞാനും ബാലും മെർലിനുണ്ട്. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇന്ന് പോകുന്നത്. ഓൾറെഡി ഓഫീസിൽ ശ്രാവൺ ഇരിപ്പുണ്ട്, നമ്മുടെ എഡിറ്റർ ഇരിപ്പുണ്ട്. ശ്രാവൺ വന്ന ആളെ ഒന്ന് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിനി പോയി പെട്ടെന്ന് ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ. അങ്ങനെ ഞാൻ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ആൾക്കാർ 2 പേരും എന്നെ കാണാൻ വെയിറ്റിംഗ് ഉണ്ട്. അവർ 2 പേരും കണ്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ. എല്ലാവരും ഓരോ ജോലികളിലാണ്. നമുക്ക് അവരാരെ ശല്യം ചെയ്യണ്ട. വന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട്
എന്നും വന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു ട്രിപ്പ് പ്രാർത്ഥനയുണ്ട്. ആദ്യം വരുന്നത് മെർലിനാണ്. മെർലിനായിരിക്കും ആദ്യം പ്രാർത്ഥിച്ചിട്ട് കയറുന്നത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറി നമുക്ക് ജോലി തുടങ്ങാം. ആയോ? വന്നിട്ട് എൻ്റെ ആദ്യത്തെ പരിപാടി ലഞ്ച് ബോക്സ് ബാഗിനെടുത്ത് മാറ്റി വെക്കും. അതെ, ഫോൺ വരും. ലഞ്ച് ബോക്സ് എല്ലാം മാറ്റും. ഫോണിൻ്റെ ചാർജർ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ പുറത്ത് വെച്ചിട്ട്, ഈ ബാഗ് ഞാൻ ഇങ്ങനെ പുറത്ത് വെക്കാറില്ല. ഇത് ഞാൻ പാക്ക് ചെയ്ത് ഇതിൻ്റെ സ്റ്റോറേജിനുള്ളിലേക്ക് കയറ്റും. യെസ്. എന്നിട്ട് ചോറും ഈ സമയത്ത് കഴിക്കാറാകുന്ന നേരത്തെ ഞാൻ പുറത്തേക്ക് എടുക്കാറുള്ളൂ. അതും ഇതിൻ്റെ ഉള്ളിൽ വെച്ചു. അതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ശബ്ദം കൂടി പോയില്ലേ. അതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നേരെ ഇനി നമുക്ക് നമ്മുടെ ജോലികളിലേക്ക് കിടക്കാം. എനിക്ക് കുറച്ച് മറവി കൂടുതലായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഓർത്ത് വെച്ച് ചെയ്യാറില്ല. അതുകൊണ്ട് ഈ ചാനൽ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, ടു ഡു ലിസ്റ്റ് എഴുതണം, എഴുതി തുടങ്ങിയിട്ട് വേണം നമ്മുടെ കാര്യങ്ങളെല്ലാം തുടങ്ങാമെന്ന് പറയും. അങ്ങനെ ഞാനൊരു നല്ല തീരുമാനം എടുത്തു. ഓഫീസിൽ എന്ന് മാറിക്കഴിയുന്നോ അന്ന് മുതൽ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കും. എന്നിട്ട് അത് നോക്കി ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഒരു കാര്യങ്ങളും നമ്മൾ വിട്ടുപോകത്തില്ല. അപ്പോൾ എനിക്കൊരു 3 ബുക്കുണ്ട്. ഒന്നിൽ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റും കാര്യങ്ങളൊക്കെ ആക്ച്വലി എല്ലാം നമ്മൾ എക്സലിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. പക്ഷേ എനിക്കെന്തോ അത് എഴുതി വെച്ചാൽ എനിക്കൊരു തൃപ്തിയുള്ളൂ. അപ്പം എൻ്റെ ഓരോ കാര്യങ്ങളും ഓരോന്നിനും ഓരോ ബുക്കുണ്ട്. അതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എൻ്റെ ഈ ബുക്കാണ്. എൻ്റെ ടു ഡു ലിസ്റ്റ് എഴുതുന്നതാ കിട്ടിയ എൻ്റെ ബുക്ക്, എൻ്റെ ടു ഡു ലിസ്റ്റ് എഴുതുന്ന ഈ ബുക്ക്. അപ്പം ഇതിൽ ഞാൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, നാളെ ചെയ്യാനുള്ള കാര്യങ്ങളും കൂടെ ഇന്ന് തന്നെ, ഇപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ നോക്കി ടിക്ക് ചെയ്ത് പോകും. എന്നിട്ട് നാളത്തെ കാര്യങ്ങൾ ഓർമ്മ വരുന്നതിന് അനുസരിച്ചിട്ട് അടുത്ത ദിവസത്തിൽ ബുക്കിൽ ഡേറ്റ് ഇട്ട് അതിൽ എഴുതി വെക്കും. അപ്പോൾ ഇന്നത്തെ ടു ഡു ലിസ്റ്റിൽ കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ചിലതൊക്കെ എനിക്ക് വായിക്കുമ്പോൾ എനിക്ക് തന്നെ ചിരി വരാറുണ്ട്. ഞാൻ എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നത്, വെള്ളം കുടിക്കണം, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞു കാര്യങ്ങൾ വരെ എഴുതി വെക്കേണ്ട ആവശ്യത്തിലില്ല. പക്ഷെ എനിക്കെന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞു കാര്യങ്ങൾ വരെ, ഇപ്പോൾ ഒരാളെ വിളിക്കുന്നതായാലും എനിക്ക് നാളെ ആരെയൊക്കെ വിളിക്കാനുണ്ട്. എന്നിട്ട് അമ്മ എപ്പോഴും പറയാറുണ്ട്, നീ ആൾക്കാരായിട്ട് ഒരു കോണ്ടാക്ട് വെക്കാത്ത ആളാണ്, അത് ഭയങ്കര മോശ സ്വഭാവമാണ്, വല്ലപ്പോഴും ആൾക്കാരെയൊക്കെ വിളിക്കണം. അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എൻ്റെ ടു ഡു ലിസ്റ്റിൽ നാളെ ഞാൻ ആരെയൊക്കെ വിളിക്കണം എന്നുള്ള കാര്യങ്ങൾ എല്ലാവരുടെയും പേര് ഞാനിങ്ങനെ എഴുതിയിടും. അതുപോലെ എൻ്റെ സ്വന്തം കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരിക്കുമല്ലോ, ഇതിനെല്ലാത്തിനും സെപ്പറേറ്റ് ഡിവിഷൻ ഉണ്ട് കേട്ടോ. ഈ ബുക്കിൽ ഞാൻ ബുക്ക് കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ എഴുതാനും. എൻ്റെ ബുക്ക് ഉണ്ടോ, ടോപ്പ് പ്രയോറിറ്റി, അപ്പോയിൻമെൻറ്റ്സ്, പേഴ്സണൽ ടു ഡു ലിസ്റ്റ്, അങ്ങനെയുള്ള കുറേ നോട്ട്സ്, നമുക്ക് കോൾ ചെയ്യാനുള്ള ആൾക്കാരുടെ എഴുതാം, നമ്മുടെ അന്നത്തെ ഒരു ദിവസം പ്രൊഡക്ടിവിറ്റി, മൂഡ്, ഹെൽത്ത് എല്ലാം എഴുതാൻ പറ്റും. അപ്പം എനിക്കത് ഫുള്ള് ഫില്ലായിട്ടിരിക്കുന്ന കാണുമ്പോഴാണ് സന്തോഷം. അതുകൊണ്ട് ഞാൻ എല്ലാം എഴുതാറുണ്ട്. അങ്ങനെ അതെല്ലാം എഴുതിയിടും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടു ഡു ലിസ്റ്റിൽ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാണുമ്പോൾ ബുക്കിനോട് ഭയങ്കര ഒരു അട്രാക്ഷനാണ്. അതിൻ്റെ കൂട്ടത്തിൽ രാവിലെ ഞാൻ പറഞ്ഞില്ല ഇൻ്റർവ്യൂവിൻ്റെ കാര്യം, ആ ആൾ വന്നിട്ട് എനിക്കുണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത് പോസ്റ്റായെന്ന് എനിക്കറിയാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തീർക്കണം. അതിനുശേഷം ഈ ജോലി തീർത്തിട്ട് പെട്ടെന്ന് ഭക്ഷണം കഴിക്കണം. രാവിലെ മുതലേ വിശന്നിരിക്കുകയാണ്. എനിക്ക് പയർ കഴിച്ചിട്ട് ഒന്നും ആയില്ല, എനിക്ക് വീണ്ടും വിഷം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജോലികളെല്ലാം തീർത്തിട്ട് ഭക്ഷണം കഴിക്കാം. പണികളൊക്കെ കഴിഞ്ഞു, നമുക്ക് ഫുഡ് കഴിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് തൈര് കഴിക്കാനൊരു ആഗ്രഹം. അങ്ങനെ തൈര് മേടിച്ചു. തൈരും സാധനങ്ങളൊക്കെ മേടിച്ച് സെറ്റാക്കി കഴിക്കാം. ഞാൻ രാവിലെ പറഞ്ഞില്ലേ, ചോറും പയർ തോരനും മുട്ടയും കുറച്ച് ചിക്കനും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് തൈര് കഴിച്ച് തുടങ്ങാം. ഈയിടെയായിട്ട് എന്താണെന്നറിയില്ല, ഞാൻ എപ്പോഴും ലഞ്ച് കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തൈര് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാറുണ്ട്. ഭയങ്കര നല്ലതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വയറിന് നമുക്ക് ഭയങ്കര ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാവില്ലേ, അത് മാറാൻ തൈര് നല്ലതെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തൈര് കഴിച്ചാൽ സ്റ്റാർട്ട് ചെയ്യാം. നല്ല ക്രീമി തൈര്. ചോറ് കഴിക്കാം. ഇവിടെയാണ് നമ്മുടെ ഒരു പാൻട്രി പോലത്തെ ഒരു ഏരിയ. അത്രയും സ്പേസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു 4 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്പേസേ ഉള്ളൂ. നമ്മളെല്ലാവരും ഇവിടെ വന്നിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഈ തൈര് ബാക്കി വന്നതേ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം, ഇല്ല ഇവിടെ നിന്ന് കേടായി പോവും. ഇപ്പോൾ കാണാനുണ്ടായിരുന്ന ഒരാൾ വന്നു, കണ്ടു, അത് കഴിഞ്ഞു. ഇനിയുള്ള 2 പേര് വൈകുന്നേരമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ നേരം കൊണ്ട് വീട്ടിൽ പോയി ഷൂട്ട് ചെയ്തിട്ട് വരാം. എല്ലാം കൂടെ ഇന്ന് ഒരൊറ്റ ദിവസം പ്ലാൻ ചെയ്ത ആളാണിതേ ഈ സിസ്റ്റം നോക്കിയിരിക്കുന്നത്. എല്ലാം കൂടെ 2 കല്യാണം കൂടെ ഇന്ന് പിടിക്കായിരുന്നു കേട്ടോ. അത്രയ്ക്ക് സമയം നമുക്കിന്ന് ബാക്കിയുണ്ടായിരുന്നു. മനുഷ്യന് മൂട് കുത്തി ഇരിക്കാൻ നേരം കിട്ടിയിട്ടില്ല. ആ നേരം കൊണ്ട് എൻ്റെ ശ്രാവണിരുന്ന് എഡിറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കണം. എന്തോ ഏടാ? ഓക്കെ, ഇത് നമ്മുടെ ഷിബിയുടെ ബർത്ത്ഡേ വ്ളോഗ് അല്ലേ? ഓക്കേടാ. മറ്റേ ഡിന്നറിൻ്റെ വീഡിയോ എല്ലാം കഴിഞ്ഞോ? ശരി, ഓക്കെ, ഞാൻ പോയിട്ട് ഇപ്പോൾ വരും. എല്ലാവരും സന്തോഷിക്കാൻ തോന്നുന്നു പോകുന്നു കേൾക്കുമ്പോൾ. അതാരാ അങ്ങനെ ഒരു ചിരിയിട്ട്? ഹലോ, ഇറങ്ങിക്കേ. എന്റെ സാരി വിട്. ഊരു ഇപ്പൊ ഇത് നിങ്ങൾ പോയിട്ട്
വാ, ഞാനിപ്പോൾ ഇറങ്ങുവാണ്. അപ്പം ശ്രാവൺ ഇവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്തോളും, ബാക്കി കാര്യങ്ങളൊക്കെ നടന്നോട്ടെ. ഞാൻ പോയി ഷൂട്ടും കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരും. എന്നാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളാവുള്ളൂ. അങ്ങനെ ഇന്നത്തെ ഒരു ഹെപ്റ്റിക് ഡേ ആയിരുന്നു എൻ്റെ ദൈവം. ഇപ്പോൾ സമയം 8:45 ഇതുവരെ ഓഫീസിൽ നിന്ന് ഞാനും ബാലുവും മെർലിനും ഇറങ്ങിയിട്ടില്ല. ഇന്ന് ഒരുപാട് പണികളുണ്ടായിരുന്നു. ഞാൻ തുടങ്ങിയത് മുതലേ അതുണ്ട് ഇതുണ്ട് മറ്റതുണ്ട് മറിച്ചുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊരു 3/4 ഭാഗം ജോലികളും കഴിഞ്ഞു. പക്ഷേ ഇനിയും എനിക്ക് എഴുതി വെച്ച കാര്യങ്ങൾ കുറേ ചെയ്ത് തീർക്കുന്നുണ്ട്. ഒരു വ്ളോഗും കൂടെ ഷൂട്ട് ചെയ്യാനുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി കേട്ടോ. ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്തപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എല്ലാം കൂടെ എങ്ങനെ ചെയ്ത് തീർക്കും എന്ന്. ഫുൾ പ്ലാനിങ് മെർലിൻ്റെ ആയിരുന്നു. പക്ഷേ ഒരു പരിധി വരെ ഒരു 95% മെർലിൻ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളെല്ലാം നടന്നു. ഇനി എന്താന്ന് വെച്ചാൽ നാളെ നമ്മുടെ ടീമിന്റെ കൂടെ പുതിയൊരാളും കൂടെ ജോയിൻ ചെയ്യാണ്. അപ്പം അതിന്റെ കുറെ കാര്യങ്ങളും പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇനി കുറച്ച് നേരം കൂടെ ഇവിടെ ഇരിക്കാൻ വേണ്ടി പോകുന്നത്. ഓഫീസ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒരു പ്രൈവസി അല്ലേ ഇത്. അപ്പൊ അവരുടെ അടുത്ത് ചോദിക്കാതെ വീഡിയോ എടുത്താൽ അതൊരു മോശമാവോ എന്ന് എനിക്കൊരു ചിന്ത വന്നു. മാത്രമല്ല ഫസ്റ്റ് ഡേ കയറി വരുമ്പോൾ ഉടനെ ഞാൻ വ്ലോഗ് ചെയ്യുകയാണ്, നിങ്ങളൊന്ന് വ്ലോഗിൽ കാണിച്ചോട്ടെ എന്ന് ചോദിക്കുന്നതും ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ വക കാര്യങ്ങളൊന്നും കാണിക്കാറുന്നത്. അപ്പം ഇവിടെ ഫുൾ തിരക്കായിരുന്നത് കൊണ്ട് എനിക്ക് നമ്മുടെ ആ വർക്കിംഗ് ഏരിയ കംപ്ലീറ്റ്ലി ഒന്നും കാണിക്കാൻ വേണ്ടി പറ്റില്ല. ശ്രാവണിന്റെ എഡിറ്റിങ്ങും മെർലിന്റെ ജോലിയും കാര്യങ്ങളും ഒന്നും കാണിക്കാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇപ്പം ഇവിടെ ഓഫീസിൽ ഇന്നത്തെ ഒരു അരമണിക്കൂർ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം പണികളെല്ലാം കഴിയും. അത് കഴിഞ്ഞിട്ട് ബാക്കി ഈ വീഡിയോയുടെ വൈൻഡപ്പ് ഒന്നുകിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഞാൻ എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി നമുക്ക് ഓഫീസ് ഒന്ന് ഫൈനൽ ക്ലീനിങ്ങും കൂടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കുണ്ട്. ആ ജോലിയും കൂടെ തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിന്റെ ചേച്ചി ഇപ്പം ഈ ദിവസങ്ങളിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പം തൽക്കാലം ക്ലീനിങ് ഞങ്ങൾ തന്നെയാണ്. അപ്പം ആ ക്ലീനിങ്ങും കൂടെ ചെയ്ത് തീർത്തിട്ട് വേണം നമുക്ക് ഇറങ്ങാനായിട്ട്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഫൈനൽ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് തീർക്കാം. ഇതിനിടയ്ക്ക് വീട്ടിൽ പോയി 2 പ്രൊമോഷൻ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഭയങ്കര ടയർഡായി. പിന്നെ സാരിയൊക്കെ മാറ്റി ഞാൻ എൻ്റെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുർത്തിയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ആ കുർത്തിയിലൊക്കെ കയറി ഇനി ഈ ചാൻ ഇവിടെ ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ്. ഇനി അവിടെ നിന്ന് പോയി ആളെ പിക്ക് ചെയ്തിട്ടാണ് തിരിച്ച് നമുക്ക് ഫ്ലാറ്റിലേക്ക് പോകാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ട് വരുമായിരിക്കും, എനിക്കറിയില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന്. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ തീരുമാനം മാറാനാണ് സാധ്യത. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ബാക്കി പിന്നെ എടുക്കാം. രാത്രി 10:30 കഴിഞ്ഞു. ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഞാനുണ്ട്, മെർലിനുണ്ട്, ബാലുണ്ട്, ഞാനുണ്ട്, ഞങ്ങൾ 4 പേരും കൂടെ ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ വന്നേക്കാണ്. ഞങ്ങളിവിടെ സ്ഥിരം വരുന്ന ഒരു തട്ടുകടയുണ്ട്, ഒരു ചേച്ചിയുടെയാണ്. എനിക്കിവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ദോശയും ചിക്കൻ ഫ്രൈയും കപ്പ ബിരിയാണി എല്ലാം കഴിക്കാൻ വേണ്ടി പോകണം. എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പം വരും, വെയിറ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഇതോടുകൂടിയായിരിക്കും നമ്മുടെ ഈ ഒരു വ്ളോഗിന്റെ വൈൻഡപ്പ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ഭക്ഷണം കൂടെ വന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് വൈൻഡപ്പ് എടുക്കാം. നല്ല ഉപയോഗമാണ്. നല്ല ചിക്കൻ എങ്ങനെയുണ്ട് ബാലു? നല്ല ടേസ്റ്റ്. പാപ്പും നല്ല ചൂട് പുട്ടും കടലക്കറി. എനിക്ക് ദോശ.